ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ട് എന്ന്. ഞങ്ങൾ നേരെ പോയത് വേവിലാൻഡിക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് ദിവസമായി പാർക്ക് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ എക്സാം ഒക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എക്സാം ഇല്ലാത്തൊരു ദിവസം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. പിന്നെ അവിടുന്ന് കുറച്ച് പാർക്കിൽ കളിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് ലോഡർ ഫ്രൈസ് അവിടെ കണ്ടപ്പോൾ അത് കഴിക്കാനും പോയി. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ലോഡർ ഫ്രൈസും കഴിച്ചു. പിന്നെ ആരൊക്കെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. ജുബീഷ്, അയിനുട്ടി, ഞാൻ, റിനുമോള്, റിഷുട്ടൻ, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കയറിയപ്പോൾ തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് കയറുന്ന ഫിഷ് ഉണ്ടല്ലോ, സെപ്പറേറ്റ് പൈസ കൊടുത്ത് കയറുന്നത്. അത് നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. വീവിലാൻഡാണേ സ്ഥലം, മറക്കണ്ട, വേണ്ടവർ പോയിക്കോ. പിന്നെ അടിപൊളി നല്ല മീനും ഫിഷൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അത് നോക്കി നിന്ന്, നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചിലവരൊക്കെ എന്തൊക്കെയോ പേരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിന്നുമോനെ, ചിന്നുമോനെ എന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ മെയിൻ സാധനം മീൻ മസാജ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും ഫ്രണ്ട്സ്. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കാലുമൊക്കെ മീനിങ്ങനെ കൊത്തുന്നു. ഞങ്ങൾക്ക് നല്ല കിക്കിളിയാവുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഫിഷിൽ നിന്ന്. ഞങ്ങളെ കുറേ വിളിച്ച് വാ നമുക്ക് അടുത്തേക്ക് പോവാമെന്ന്. ഞങ്ങൾ പോയില്ല കേട്ടോ. ഞങ്ങളെ മെയിൻ ലക്ഷ്യം ഇതൊന്നുമല്ല. ഞങ്ങളെ ലക്ഷ്യം നിങ്ങൾക്കിപ്പം മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ സീ യു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഫിഷിൻ്റെ ആ ഒരു സ്ഥലത്തു നിന്നായിരുന്നു. അവിടെ ഒരുപാട് റൈഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ ആകാശത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ സൈക്കിളോട്ടി പോകുന്ന അതുപോലെ ഇത്രങ്ങോനും ഉണ്ടായിരുന്നെന്നറിയാം. ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. ഞങ്ങൾക്ക് വേറെ ഒന്നിലാണ് കയറാനുള്ളത്. ഞങ്ങൾ പിന്നെ നേരെ കയറിയത് അവിടെ ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതിനെ ആനിമൽസ് ബേഡ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ പാമ്പ് ഒഴികെ ബാക്കി എല്ലതും ഉണ്ട്. ഞങ്ങൾ ആദ്യം ചെമ്മരിയാടിനെ കണ്ട്, പിന്നെ കുതിരനെ കണ്ട്, പിന്നെ ഒട്ടകത്തിനെ കണ്ട്. ഇത് പിന്നെ മറ്റേ കൂടാട്ടോ, ഇങ്ങനെ ഒരുപാട് വലിയ ചില്ലുള്ള, അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റില്ല. ഒരുപാട് പക്ഷികൾ, തത്തമ്മ, വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കണ്ടിരിക്കുകയല്ലാണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ പലതും നിങ്ങൾക്ക് വ്യക്തത കാണില്ല എന്ന് എനിക്കറിയാം. ഓന്തുണ്ടായിരുന്നു, പല വിവിധ കോഴി, കാടാന്ന്, പിന്നെ എലി ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ പാമ്പുണ്ടായിരുന്നു കരുതി, ബട്ട് അതിൽ പാമ്പില്ല. ഞങ്ങൾ ഇതിനു മുൻപ് ഊട്ടിയിലും പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലും ഇതുപോലെ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അവിടെ ഇതുപോലെ സെയിം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പല കോഴിക്കളും ഈ കൂട്ടിൽ കൊണ്ടുപോയിട്ടൊക്കെയാണ്. പിന്നെ ഇങ്ങനത്തെ നെറ്റായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ കാണിക്കാൻ പറ്റണില്ല. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട കുറേ തത്തമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പഞ്ചവർണ്ണ തത്തമ്മനെ കണ്ടിട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങളതിൻ്റെ വാല് തൊടാൻ നോക്കി, ബട്ട് അത് തൊടാൻ അയച്ചില്ല. എനിക്ക് ചെറുതായിട്ട് എവിടെയോ തൊടാൻ പറ്റി. പഞ്ചവർണ്ണ തത്തമ്മ ഇതിലിപ്പോൾ കാണുന്നു ഞങ്ങൾക്ക്. അതാ കിട്ടി കണ്ടു. ഇവർ രണ്ടായിരുന്നു. ഞാനിതിൽ ഒരാളെ വാലിങ്ങനെ തൊടാൻ പോയിട്ടാണ്, ബട്ട് അത് എടുത്ത് മാറ്റി. ഒന്ന് പോടോ, എനിക്കിപ്പോൾ ഞാൻ തൊടാൻ തന്നെയെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി സാധനം എനിക്കൊന്നും തൊടാൻ തരത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ നിങ്ങൾക്ക് പറയാനേ ഉണ്ടാവുള്ളൂ, ഇത് മുഴുവനായിട്ട് കണ്ടു. പിന്നെ ഞങ്ങൾ യമുനെ കണ്ടപ്പോൾ യമ്മുക്കുട്ടാന്ന് വിളിച്ചിട്ട് അതിനെ വെറുപ്പിച്ചുകൊണ്ടിരുന്ന്. ഒന്ന് തള്ളേ അവിടെ നിങ്ങൾക്ക് എന്നെ സഹിക്കണ പണിയല്ല എന്ന് പറഞ്ഞിട്ട് യമ്മുക്കുട്ടൻ അങ്ങോട്ട് പോയിട്ടാ. എന്താല്ലേ യമുൻ്റെ മേലെ തുടരണം എനിക്കുണ്ടായിരുന്നു. കാരണം യമു ഇങ്ങനെ എന്തോ ഒരു ഒരള്ള ആയിട്ടാണല്ലോ. പിന്നെ ഞങ്ങൾ അതിനോട് ഇങ്ങനെ ബായ് പറഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ ഇത് കണ്ട് ആകാശത്തിൽ കൂടെ സംഭവം പോണത്. എന്താണ് ഗൈസ് അത്? അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ജുബീഷ്, റിനുമോളും പറഞ്ഞ് അത് മിസൈലാണെന്ന്. ഞങ്ങളെ ലക്ഷ്യം കണ്ടോ നിങ്ങൾ? മോളെ ഞങ്ങൾ DJ കയറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് DJനോട് അധികം താല്പര്യമില്ല. ഞങ്ങൾക്ക് താല്പര്യം വെള്ളത്തിൽ കളിക്കാനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കളിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ മുഴുവനായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അടിപൊളിയായിരുന്നു. പല റൈഡും ഉണ്ടായിരുന്നു വെള്ളത്തിൽ. ഈ കാണുന്ന റൈഡ് ഉണ്ടല്ലോ, ഇതിൽ അടിപൊളിയാണ് ഈ രണ്ട് റൈഡും അടിപൊളിയായിട്ട് ഞങ്ങൾ കുറേ നേരം അതിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റിഷുട്ടനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ. റിഷുട്ടനും അയിനുകുട്ടനൊക്കെ നല്ല സന്തോഷമായിരുന്നു ഞങ്ങളെല്ലാവരും കളിച്ചപ്പോൾ. പിന്നെ ഞാനും റിനുമോളും ജുബീഷും വേറെ സ്ഥലത്ത്, പിന്നെ അയിനുട്ടിയും റിഷുട്ടനും വേറെ സ്ഥലത്ത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓലെ കൊണ്ടുപോകും ചെയ്യും. നല്ല അയിനുട്ടനാണെങ്കിലോ അവസ്ഥ, അവനാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിയുണ്ട്, എന്നിട്ട് ഇറങ്ങിയ രസമുണ്ട്. അങ്ങനെ ആയിരുന്നേ. വെള്ളത്തിൻ്റെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയില്ല. വെള്ളത്തിൻ്റെ പറയാനും ഇല്ലയെന്ന് വെച്ചാൽ വെള്ളം എന്ന് പറയല്ലാതെ അതിൽ അങ്ങനെ നീന്തി ഇങ്ങനെ നീന്തി എന്ന് പറയല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ കിട്ടത്തില്ല. നല്ല രസമുണ്ടായിരുന്നു സംഭവം. നിങ്ങളും വരാണെങ്കിൽ വന്ന് നോക്കണ്ടേ, നല്ല അടിപൊളിയാണ്.
ഞങ്ങൾ കുറേ നേരം പല റൈഡിലും കയറി. പിന്നെ അവിടെ നല്ല പാട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ട് അത് ആ വക്കറ്റ് കണ്ട, ആ വക്കറ്റ് ഇങ്ങനെ ചെരിയും ഞങ്ങളെ തലേക്ക്. ഇത് പൊന്നെ. പിന്നെ ഞാൻ അതിനോട്ടിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ല അവന് അവിടെ റൈഡിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവന് കയറാൻ പേടി, എന്നിട്ട് ഞാൻ കയറ്റി. പിന്നെ അടുത്ത ഈ റൈഡിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരെയും കയറ്റിയത്. കുഞ്ഞ് റൈഡ്, അപ്പോൾ ഇതിൽ വേഗം പോകാൻ പറ്റും. പിന്നെ അതിനോട്ടിനെ റിഷൂട്ടനെ ഇതിലാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എന്താ ഞങ്ങളിങ്ങനെ അവിടുന്ന് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വരാൻ പറ്റി. ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ ഇങ്ങോട്ട് തൊയ്യേണ്ട ഒരവസ്ഥയായിരുന്നു. ഞാൻ അങ്ങനെ തൊയ്ഞ്ഞ് കൊണ്ടുവരായിരുന്നു. റിഷൂട്ടനെ അതിനോട്ടിനെ കേട്ടോ. റിഷൂട്ടനെ നല്ല സന്തോഷമുണ്ടോ. എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ പ്രത്യേകിച്ച് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. റിഷൂട്ടൻ്റെ വീഡിയോ അങ്ങനെ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. റിഷൂട്ടനെ വെള്ളത്തിൽ ഇട്ടപ്പോൾ തൊട്ട് ഓനക്ക് സ്വയം നീന്തണം എന്നായിരുന്നു. പാട്ടിട്ടപ്പോൾ തൊട്ട് ഞങ്ങൾ ഡാൻസ് ആയിരുന്നു. റിഷൂട്ടനെ വേഗം കൊണ്ടുപോയി. കാരണം അവിടെ ഉള്ളൊരു ബാത്റൂമിൽ നിന്ന് നേരെ ഷവറൊക്കെ ഉള്ള ബാത്റൂമിൽ നേരെ കുളിപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോയി. എന്നിട്ട് അവനെ ഡ്രസ്സ് മാറ്റി കൊടുത്ത്. പിന്നെ ഞങ്ങൾ നേരെ കയറിയിട്ട് നേരെ കുളിച്ച് മാറ്റി നല്ല കുട്ടപ്പന്മാരായി. നമ്മൾ ആദ്യം വരുമ്പോട്ട് അതേ ഡ്രസ്സ് തിരിച്ചിട്ടിട്ട് ഞങ്ങൾ കുറച്ചൊരു ഊഞ്ഞാൽ പോയി ആടി. രാത്രി നൈറ്റ് ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോയി. ഈവനിങ്ങിന് പോയിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് യാത്ര തുടങ്ങിയപ്പോൾ ഈവനിങ് അപ്പത്തിന് അവിടെ എത്തി. ഈവനിങ്ങിന്ന് എന്തൊക്കെ ഞാൻ പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് കൂടെ കൂടിക്കട്ടാ. ഇതുപോലെ പല വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ബൈ ബൈ, സീ യു.